ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷൂസ് കിച്ചൻ. നമുക്കിന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൊയല പീസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ കൊയല പീസ് ഉണ്ടാക്കാനായി നമുക്കിവിടെ വേണ്ടത് 1 കപ്പ് ജീരകശാല അരി, 1 മണിക്കൂർ കുതിർത്തി വെച്ചതാണിത്. ഗീ റൈസ് ഉണ്ടാക്കുന്ന ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് അരമുറി തേങ്ങയുടെ പാൽ, നല്ല കട്ടിയിലെടുക്കണം. പിന്നെ മസാലയ്ക്ക് ആവശ്യമായ ചിക്കൻ, ഉപ്പിട്ട് വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചതാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, 2 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 3 പച്ചമുളക് ചതച്ചത്, കുറച്ച് കറിവേപ്പില, 4 സവാള എന്നിവയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി നേരത്തെ കഴുകി വെച്ച ജീരകശാല ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ശേഷം എടുത്തു വെച്ച തേങ്ങാപ്പാലും ഉപ്പും ഇട്ട് നൈസായിട്ട് അരച്ചെടുക്കാം. ഈ ടൈം നമുക്ക് ഇതിനു വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നന്നായി വഴന്നു വന്നാൽ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പ് കുറച്ച് കുറവുള്ളത് കൊണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് മസാല റെഡിയാക്കാം. ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊയല പീസ് റെഡിയാക്കാം. ഇത് നേരത്തെ അരച്ചു വെച്ച മാവാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് കട്ടിയാവാൻ പാടില്ല. ഈ ഒരു രൂപത്തിലാണ് മാവ് റെഡിയാക്കേണ്ടത്. ഇനി ഇതുപോലൊരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. സ്റ്റീലിൻ്റെ പാത്രമായാലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെറിയ ഇഡ്ഡലി പാത്രത്തിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇതുപോലുള്ള പാത്രത്തിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിലേക്കും ഓയിൽ തടവി കൊടുക്കാം. ഈ ടൈം നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള പാത്രം റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് അതിന് മുകളിലായി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞാൽ ഇതിന് മുകളിലായി കുറച്ചും കൂടി മാവ് ഒഴിച്ചു കൊടുക്കാം. അധികം ആറാൻ പാടില്ല, അങ്ങനെ ആറിക്കഴിഞ്ഞാൽ ഇത് ലെയറായി കിട്ടില്ല. ശേഷം വീണ്ടും മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇതേപോലെ തന്നെ ഈ പാത്രത്തിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ആറാൻ വേണ്ടി മൂടിക്കൊടുത്തതാണ്. വീണ്ടും മസാല മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടിക്കൊടുക്കാം. ഇതൊരു കത്തിയോ ടൂത്ത്പിക്കോ ഉപയോഗിച്ച് നമുക്കിത് വെന്തോ എന്ന് നോക്കാം. അപ്പോൾ ഇതാ കൊയില പീസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്തൊരു പാത്രത്തിൽ വെള്ളമാക്കി അതിൽ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയാണ്. ഒരു സ്പൂൺ വെച്ച് സൈഡ് ഇങ്ങനെ അടുത്തി കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം നന്നായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്